ഹായ് വെൽക്കം ടു മാറ്റ്കം മാറ്റ്കമിൻ്റെ മാറ്റർ ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് NCERT or SCERT Mathematics Class +1 Chapter 9 Sequence and Series. Basically this particular chapter is very easy if you are able to have a clear idea about the equation and what to use, where to use. You can get full mark from this particular part. That is why we have chosen this particular chapter. So basically when you are taking the term called a sequence, എന്താണ് ഒരു സീക്വൻസ്? സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പർ ദാറ്റ് എക്സിബിറ്റ് എ പർട്ടിക്കുലർ പാറ്റേൺ. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്, that exhibits a particular pattern. ഒരു പർട്ടിക്കുലർ പാറ്റേൺ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് സീക്വൻസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 etc. or 2, 4, 8, 16 etc. ഇതിനകത്തെല്ലാം ഒരു സ്പെസിഫിക് സീക്വൻസ്, ഒരു സ്പെസിഫിക് പാറ്റേൺ, പർട്ടിക്കുലർ പാറ്റേൺ റിപ്പീറ്റഡ് ആണ്. അങ്ങനെയുള്ള കാര്യത്തിനെ നമുക്ക് സീക്വൻസ് എന്ന് വിളിക്കാം. നമ്മളിൽ ഒരു സീക്വൻസ് എടുക്കുമ്പോൾ ഒരു സീക്വൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സീക്വൻസിനെ നമുക്ക് ഫൈനൈറ്റ് സീക്വൻസ് എന്നും സീക്വൻസിനെ ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. വാട്ട് യു മീൻ ബൈ എ ഫൈനൈറ്റ് സീക്വൻസ്? ഒരു സീക്വൻസിനകത്ത് ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ടേംസ് ആണുള്ളത് എങ്കിൽ നമ്മൾ അതിനെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് വിളിക്കും. ഒരു സീക്വൻസിനകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ് സീക്വൻസ്. ഫോർ എക്സാമ്പിൾ ഇത് രണ്ടില്ലാതെ 2, 4, 6, 8 ടിൽ ഇൻഫിനിറ്റി എന്ന് എഴുതി അതൊരു ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ്. നമ്മൾ 2, 4, 6, 8 എന്ന് എഴുതി ടിൽ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റും. അതൊരു ഫൈനൈറ്റ് സീക്വൻസ് ആണ്. സോ നമ്മുടെ ഒരു സീക്വൻസ് എടുക്കുമ്പോൾ ആ സീക്വൻസിനെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് എഴുതാം, ഇൻഫൈനൈറ്റ് സീക്വൻസ് എഴുതാം. ദെൻ നമ്മളിപ്പോൾ ഒരു സീക്വൻസ് എടുത്താൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ദിസ് ഇസ് കോൾഡ് ഫസ്റ്റ് ടേം എക്സ്പ്രസ്ഡ് ബൈ A1, സെക്കൻഡ് ടേം A2. അങ്ങനെയാണെങ്കിൽ ഒരു സീക്വൻസിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു ടേം അല്ലെങ്കിൽ എന്ത് ടേമിനെ കണ്ടുപിടിക്കാൻ നമുക്കൊരു ജനറൽ ആയിട്ട് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റുമെങ്കിൽ ആ ജനറൽ എക്സ്പ്രഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറൽ ടൈം ഓഫ് ദ സീക്വൻസ്. ഈസ് കോൾഡ് ജനറൽ ടൈം ഓഫ് ദി സീക്വൻസ്. ഈ n എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്യുന്നു. n ഈസ് ഡിനോട്ടിങ് ദാറ്റ് ഇത് എത്രാമത്തെ ടേം ആണ്. n എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളൊരു ഒരു സീക്വൻസിന്റെ കാര്യം പറയുന്നത്. സോ when we are taking a question, write the first three terms in each of the following sequence. തന്നിരിക്കുന്ന ജനറൽ ടൈം ഇതാണ്. an is equal to 2n plus 5. അതായത് ഇതിന്റെ അർത്ഥം n-ന്റെ വാല്യൂ 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും, n-ന്റെ വാല്യൂ 2 കൊടുത്താൽ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടും, n-ന്റെ വാല്യൂ 3 കൊടുത്താൽ നമുക്ക് തേർഡ് ടൈം കിട്ടും, n-ന്റെ വാല്യൂ 4 കൊടുത്താൽ നമുക്ക് ഫോർത്ത് ടൈം കിട്ടും. സോ നമ്മൾ n-ന്റെ വാല്യൂ 1 കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? a1 will be equal to 2 into 1 plus 5, that is 5 plus 2 equal to 7. n-ന്റെ വാല്യൂ 2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? a2 equal to 2 into 2 plus 5, 5 plus 4 equal to 9. n-ന്റെ വാല്യൂ 3 കൊടുത്താൽ എന്ത് കിട്ടും? that you will get 2 into 3 plus 5, that is equal to 11. നമ്മൾ 3 ടൈം കണ്ടുപിടിച്ചു. എന്ത്? 7, 9, 11. സോ എന്താണ്? അപ്പൊ ഈ an എന്ന് പറയുന്നതിനെ നമുക്ക് വിളിക്കാം ജനറൽ ടൈം എന്ന് വിളിക്കാം. അപ്പൊ ഈ ജനറൽ ടൈം ഓഫ് ദി സീക്വൻസ് എന്ന് വിളിക്കാൻ കാര്യം അതിനകത്ത് n-ന്റെ വാല്യൂ മാറുന്നതനുസരിച്ചിട്ട് എത്രാമത്തെയാണോ ആ ടൈമിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫൈൻ. So if you take another question, find first 5 terms in the given sequence. തന്നിരിക്കുന്ന സീക്വൻസിലെ ആദ്യത്തെ 5 ടൈമിനെ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, if you take an equal to 4n minus 3 means if you want first term a1 will be equal to 4 into 1 minus 3, that is 4 minus 3 equal to 1. Then a2 equal to 4 into 2 minus 3, that is 8 minus 3 equal to 5. Then a3 equal to 4 into 3, that is 12. 12 minus 5 equal to 7.
A4 that is equal to 4 into 4 that is equal to 16. 16 minus 5 equal to 11. So 4 into 3, 12. 12 minus 5, 7. 4 into 4, that is, so this will be 1, 5, 7, 11. Is it correct? A3 is equal to 4 into 3, that is 12. 12 minus 5 is equal to 7. A into 4 is equal to 16. 16, yeah, I made a mistake. This 4 and minus 3, I made it as 5. Sorry. Please correct it. So this is 4 and minus, so this is equal to 12 minus 3. 12 minus 3, that is equal to 9. It should be 9. Sorry. 16 minus 5. Sorry, 16 minus 3, that is equal to 13. It should be 13. That was a mistake. So be very careful. This is equal to 13. So our sequence should be, our sequence will be like 1, sequence will be 1, 5, 9, 13, etc. That will be equal to 1, 5, 9, 13, etc. അപ്പോൾ നമുക്ക് ഏതൊരു സീക്വൻസ് തന്നാലും ആ സീക്വൻസിനകത്തുനിന്ന് സീക്വൻസിലെ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ എത്ര ടൈം വേണോ അത്രയും ടൈമുകളെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഐഡിയ യു നീഡ് ടു ഹാവ് റിഗാർഡിംഗ് ദ സീക്വൻസ് ആൻഡ് ദ സീരീസ്. ദെൻ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷനും രണ്ടാമത്തെ ജോമെട്രിക് പ്രോഗ്രഷനും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പാർട്ടിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കുന്നു. ദറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് പാർട്ട്, ദറ്റ് ഈസ് കോൾഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഈ ലെക്ചർ സീരീസിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി പെട്ടെന്ന് വരുത്തുക, മിനിമം എമൗണ്ട് ഓഫ് ടൈമിൽ മാക്സിമം ഔട്ട്പുട്ട് തരിക. ഓക്കെ, സോ വാട്ട് ഈസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഓർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇഫ് എ ജനറൽ ടേം ഓഫ് എ സീക്വൻസ്, ഒരു സീക്വൻസിലെ ജനറൽ ടൈം എന്ന് പറയുന്നത് an+1 വിൽ ബി ഈക്വൽ ടു an+d ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ, ഫോർ എക്സാമ്പിൾ an എന്ന് പറയുന്നത് n+1 ടേം, ഇതെന്ന് പറയുന്നത് n+1 ടേം, an എന്ന് പറയുമ്പോൾ nth ടേം, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. മേ ബി ഇക്വേഷൻ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും, ഞാനൊരു എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. കോമൺ ഡിഫറൻസ് അതായത് ഒരു ടേം കിട്ടുന്നതിന് അതിന് തൊട്ട് മുമ്പുള്ള ടൈമിനോട് കൂടി ഏതെങ്കിലും ഒരു സ്പെസിഫിക് നമ്പർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ, ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ കൂട്ടുക, മൈനസ് മീൻസ് നെഗറ്റീവ് നമ്പർ കൂട്ടുക ചെയ്താൽ നമുക്ക് അടുത്ത ടൈം കിട്ടുമെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് 2, 4, 6, 8, 10 എക്സെട്ര മീൻസ് ഇവിടെ ഫസ്റ്റ് ടൈമായ 2വിനോട് കൂടി 2 കൂട്ടിയപ്പോൾ 4 കിട്ടി, 4നോട് കൂടി 2 കൂട്ടിയപ്പോൾ 6 കിട്ടി, 6നോട് കൂടി 2 കൂട്ടിയപ്പോൾ 8 കിട്ടി, 8നോട് കൂടി 2 കൂട്ടിയപ്പോൾ 10 കിട്ടി. അതായത് ഈ ഒരു സീക്വൻസ് എടുത്താൽ ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ആ കോമൺ ഡിഫറൻസിന്റെ വാല്യൂ ആണ്, കോമൺ ഡിഫറൻസ് ഉണ്ട്, ആ കോമൺ ഡിഫറൻസിന്റെ വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസിന്റെ വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ടൈം എന്ന് പറയുന്നതും അതിന് തൊട്ട് മുമ്പുള്ള ടൈമിനോട് കൂടി കോമൺ ഡിഫറൻസ് കൂടുന്നതായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഒരു ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു സീക്വൻസ് an+1 ഈക്വൽ ടു an+d എന്ന് പറയുന്ന ഒരു ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു സീക്വൻസിനെ നമുക്ക് വിളിക്കാം അരിത്തമെറ്റിക് സീക്വൻസ്. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആവണം. കാരണം എന്താണ്? n എന്ന് പറയുന്നത് നമ്മൾ എത്രാമത്തെ ടൈം എന്നാണ്. അപ്പൊ 0th ടൈം എന്ന് പറയുന്നൊരു ടൈം ഇല്ല, നമുക്ക് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രാമതേ ആകാൻ പറ്റുള്ളൂ? എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ മാത്രമേ ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസിനെ ഫസ്റ്റ് ടൈമിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് a അല്ലെങ്കിൽ a1, സെക്കൻഡ് ടൈം ഈസ് എക്സ്പ്രസ്ഡ് ബൈ a2, തേർഡ് ടൈം ഈസ് a3, ഫോർത്ത് ടൈം ഈസ് a4, ഫിഫ്ത്ത് ടൈം ഈസ് a5. ഈ a2 എന്ന് പറയുന്നത് എന്താണ്? a2 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം പ്ലസ് കോമൺ ഡിഫറൻസ് ആണ്. a3 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ നത്തിങ് ബട്ട് ഫസ്റ്റ് ടേം പ്ലസ് 2d ആണ്. അങ്ങനെയാണെങ്കിൽ a4 എന്ന് പറയുന്നത് എന്താണ്? a4 എന്ന് പറയുന്നത് a3 പ്ലസ് d ആണ്. എന്താണ് a3 എന്ന് പറയുന്നത് a1 പ്ലസ് 2d പ്ലസ് d ആണ്. അപ്പൊ നോക്കിയത് എന്ത് വരും? a1 പ്ലസ് 3d എന്ന് കിട്ടും. a1 പ്ലസ് 3d എന്ന് കിട്ടും. അങ്ങനെയാണ് നോക്കി, ഫോർത്ത് ടേം എന്ന് പറയുന്നത് a1 പ്ലസ് 3d ആണെങ്കിൽ nth ടേം വിൽ ബി ഈക്വൽ ടു ദ ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു d. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഏത് ടൈമിൽ പഠിക്കാം, അല്ലെ എക്സിന്റെ ടൈമിൽ പഠിക്കാം. ഇഫ് ഇറ്റ് ഈസ് എക്സ് ടേം xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d.
n എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്നുള്ളത്, xn എന്ന് പറയുന്നത് ആ ടേമിന്റെ വാല്യൂ, x1 എന്ന് പറയുന്നത് എന്തുവാണ്, x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, n എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്നുള്ളത്, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്, xn എന്ന് പറയുന്നത് ആ ടേമിന്റെ വാല്യൂ ആണ്, ക്ലിയർ? അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ദ സം ഓഫ്, ഇപ്പൊ നമ്മളൊരു സീക്വൻസ് എഴുതുവാണ് 2, 4, 6, 8, 10, 12 എക്സെട്ര ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ സീക്വൻസിനകത്ത് 50 ടേംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ 50 ടേമുകളുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഒരു സീക്വൻസിനകത്ത് 50 ടേം ഉണ്ടെങ്കിൽ 50 ടേമുകളുടെ മൊത്തം കൂട്ടുമുള്ള വാല്യൂ എന്തായിരിക്കും? ദാറ്റ് മീൻസ് സം ഓഫ് ഫസ്റ്റ് 50 ടേം ഓർ സം ഓഫ് ദ 50 ടേംസ് എന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കുന്നത് Sn, S denotes the sum of n term, that is equal to sum of n terms. The sum of n terms will be equal to n by 2, that is number of terms, into 2a plus n minus 1 into d. N is the number of terms, a is the first term, n minus 1 into d is the common difference. In where equation could be under n by 2 into the first term a1 plus an. So the sum of the n terms ഇങ്ങനെ കണ്ടുപിടിക്കാം. ഈ ഒരു സീക്വൻസിനകത്ത് കുറെ ടേമുകൾ ഉണ്ട്. ഈ തന്നിരിക്കുന്ന ഒരു ടേം അല്ലെങ്കിൽ എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ തന്നിരിക്കുന്നത് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ the number of terms, n is equal to number of terms, that is equal to xn minus x1 divided by d plus 1. നമ്മൾ എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കേണ്ടത് അത് മൈനസ് ഫസ്റ്റ് ടേം, എത്രാമത്തെ ആ ടേമിന്റെ വാല്യൂ മൈനസ് ദ ഫസ്റ്റ് ടേമിന്റെ വാല്യൂ ഡിവൈഡ് ബൈ ഡി പ്ലസ് 1. എയുടെ ടേമിൽ എഴുതിയാൽ an മൈനസ് a1 ഡിവൈഡ് ബൈ ഡി പ്ലസ് 1. നിങ്ങൾ ഏതാണോ ഫോളോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ നട്ട്ഷെൽ ചെയ്ത കാര്യങ്ങൾ എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേമിന്റെ കൂടി ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയി കിട്ടുന്ന സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏതൊരു ടേമിനെ കണ്ടുപിടിക്കണമെങ്കിലും an വിൽ ബി ഈക്വൽ ടു a1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. എത്രയോ ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ Sn ക്യാൻ ബി കാൽക്കുലേറ്റ് ആസ് n by 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഒരു രീതി നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെങ്കിൽ n by 2 പ്ലസ് x1 പ്ലസ് xn എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1 എന്ന് പറയുന്ന ഫോർമുല നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇത്രയും ഫോർമുലയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇൻ ആൻ AP means arithmetic progression. In an AP, the mth term is n, and nth term is m. Find pth term. The pth term. M is not equal to n. ഒരു arithmetic sequenceലെ mth term എന്ന് പറയുന്നത് n ആണ്, nth term എന്ന് പറയുന്നത് m ആണ്. നമുക്കറിയാം ഒരു സീക്വൻസിലെ ജനറൽ ടേമിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു an ഈക്വൽ ടു a1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഫൈൻ. നമുക്കിവിടെ എത്രാമത്തെ ടേം കണ്ടുപിടിക്കേണ്ടത്? mth ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. mth ടേം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ n-ന്റെ വാല്യൂ m ആവുന്നു. സോ am വിൽ ബി ഈക്വൽ ടു a1 പ്ലസ് m മൈനസ് 1 ഇൻറ്റു d. തന്നിട്ടുണ്ട്. ആ ടേമിന്റെ വാല്യൂ എന്താണ്? ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് n ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ. രണ്ടാമത് തന്നിരിക്കുന്നത് nth ടേം ആണ്. nth ടേം എന്ന് പറയുമ്പോൾ n-ന്റെ വാല്യൂ an ഈക്വൽ ടു a1 ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ആ nth ടേമിന്റെ വാല്യൂ m ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉമായി കൊടുത്താൽ, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉമായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എടുക്കാൻ പറ്റും? ഇഫ് യു ടേക്കിംഗ് ഇറ്റ് ലൈക്ക് ദിസ്, സോ നമുക്ക് വേണ്ട pth ടേം കണ്ടുപിടിക്കണം. pth ടേം എന്ന് പറഞ്ഞാൽ AP വിൽ ബി ഈക്വൽ ടു a1 പ്ലസ് p മൈനസ് 1 ഇൻറ്റു d. നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ a1-ന്റെ വാല്യൂം d-യുടെ വാല്യൂം വേണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറച്ചാൽ എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 കുറച്ചാൽ a1ഉം a1ഉം ക്യാൻസൽ ആകും. സോ യു വിൽ ബി ഗെറ്റിംഗ് n മൈനസ് 1 ഇൻറ്റു d മൈനസ് m മൈനസ് 1 ഇൻറ്റു d, ദാറ്റ് ഈസ് ഈക്വൽ ടു m മൈനസ് 1. കറക്റ്റ്. That is equal to, sorry, it is equal to m minus n.
So ഇവിടെ d കോമൺ ആയിട്ട് എടുത്താൽ you will get n minus 1 minus m plus 1. കാരണം minus of minus plus 1 now, which is equal to m minus n. Correct? So this is equal to d is equal to minus 1 plus 1 cancel ആയിപ്പോയി n minus m equal to m minus n എന്ന് കിട്ടും. Correct? n minus m will be equal to m minus n എന്ന് കിട്ടും. Correct? So if you take d, d will be equal to m minus n divided by n minus m. ഈ ഡിനോമിനേറ്ററിലെ n minus m നെ തിരിച്ചെഴുതുവാണെങ്കിൽ ഡിനോമിനേറ്ററിലെ n minus m നെ തിരിച്ചെഴുതുവാണെങ്കിൽ what you will get m minus n divided by minus of m minus n, that will be equal to m minus n m minus 1 cancel ആയി d യുടെ വാല്യൂ -1 എന്ന് കിട്ടി. d യുടെ വാല്യൂ -1 കിട്ടിയാൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടും? a1 ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. If you are substituting in equation number 1 implies what you will get the first term into m minus 1 into d, first term into m minus 1 into d, d യുടെ വാല്യൂ എന്താണ്? -1 equal to n, that is a1 plus bracket open ചെയ്താൽ -m plus 1 equal to n, that is a1 will be equal to ഇതിനെ അപ്പുറത്തോട്ട് എടുത്താൽ what you will get n plus m minus 1, a1 will be equal to n plus m minus 1. അപ്പോൾ ഫസ്റ്റ് ടൈമും കിട്ടി, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസും കിട്ടി. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കിട്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പീത്ത് ടൈം കണ്ടുപിടിക്കാം. എ പി ഈക്വൽ ടു ഫസ്റ്റ് ടൈം, ദറ്റ് ഈസ് n plus m minus 1 plus n minus 1 into d. ഇവിടെ n ന്റെ വാല്യൂ സ്ഥാനത്ത് എന്താ വരുന്നത്? p. p minus 1 into d. d യുടെ വാല്യൂ എന്താണ്? -1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. n plus m minus 1 p minus 1, sorry, -1 into p minus of minus, that is equal to +1. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പോൾ പീത്തെ ടൈമിന്റെ വാല്യൂ എന്ന് പറയുന്നത് n plus m minus p എന്ന് കിട്ടി. സോ നമ്മുടെ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ടായിരുന്നു. രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്ത് ഫസ്റ്റ് ടൈമിന്റെ വാല്യൂയും കോമൺ ഡിഫറൻസും കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് പീത്തെ ടൈം കണ്ടുപിടിക്കാം. പീത്തെ ടൈമിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അതുപോലെ തന്നെ ഈ ചാനലിൽ കെമിസ്ട്രിയുടെ പ്ലേലിസ്റ്റും അവൈലബിൾ ആണ്. അതുകൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ അവസാനം കൊടുക്കാം. നിങ്ങൾ അതുകൂടി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.